ഭാവിയിലെ സംരംഭങ്ങളുടെ സാധ്യതയും വെല്ലുവിളിയും സുസ്ഥിര സാമ്പത്തിക വികസനവും ചർച്ച ചെയ്ത് ജെയിൻ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ 5ാം ദിനം സ്പീക്കർ എൻ ഷംസീർ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക, ആസ്ട്രം മെഡിസിറ്റി സിഇഒ തുടങ്ങി വ്യവസായ രംഗത്തെ പ്രമുഖരും സംരംഭകരും നവീകരണ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കാളികളായി. പുതിയ സംരംഭങ്ങൾ, സാങ്കേതിക നവീകരണം, മികച്ച പങ്കാളിത്ത മാതൃകകൾ എന്നിവയുടെ സാധ്യതകൾ ആഴത്തിൽ വിശകലനം ചെയ്താണ് ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ ഓഫ് സമ്മിറ്റിന്റെ 5ാം ദിനം സംവാദന വേദി ഉണർന്നത്. നവീകരണത്തിലൂടെയും പങ്കാളിത്തത്തിലൂടെയുമുള്ള സുസ്ഥിര സാമ്പത്തിക വികസനം എന്ന വിഷയത്തിലായിരുന്നു ആദ്യ ചർച്ച. ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് ഒരു സംരംഭകന്റെ ചിന്ത വളരേണ്ടതെന്ന് ഫൈസി നെറ്റ്വർക്ക് സ്ഥാപകൻ കല്യാൺ ശിവശൈലം പറഞ്ഞു. One way to pitch your product is to say, I'm building software that makes patients actually like hospitals. Low waiting time is a output. Right? The outcome is that patients actually don't mind going to hospitals. കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ AI എങ്ങനെയാണ് മനുഷ്യന് വെല്ലുവിളിയായി മാറുന്നതെന്നും മനുഷ്യന്റെ ചിന്താശക്തിക്ക് എങ്ങനെയാണ് പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ വിലങ്ങുതടിയാകുന്നതെന്നും ഫ്യൂച്ചർ സമ്മിറ്റ് വേദിയിലെത്തിയ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ആർക്കും കവിത എഴുതാം, ആർക്കും കഥ എഴുതാം, ആർക്കും ലേഖന സമാഹാരം എഴുതാം. ആ രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ കൃത്യമായ റെഗുലേഷൻസ് നമുക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ അപകടത്തിലേക്ക് നീങ്ങും. നാളെ ഇന്ന് നാളെ എന്ന രസകരമായ ചിന്തയിലൂന്നിയാണ് ചർച്ചകൾ ഏറെയും നടന്നത്. വരും കാലം എന്താകുമെന്ന് ചിന്തിപ്പിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ഫ്യൂച്ചർ സമ്മിറ്റിന്റെ 5ാം ദിനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.